ഈ കാണുന്ന ബസ് മേടിച്ച് വീണ്ടും എസ്ബാൻ പിടിച്ച് വീണ്ടും ബസ് കയറി സ്റ്റെപ്പ് കയറി പോകുന്നത് ഷാഫിത്തെ അടുത്തും ഷെബീബയുടെ അടുത്തും ഈ പാർട്ടിക്ക് ഇതായ പിന്നെ ബിരിയാണി ഇല്ലാതെ എന്ത് കളി. പിന്നെ ഇത്തയുടെ കുക്കിംഗ് സ്കിൽസിന്റെ കാര്യം പറയാൻ വേണ്ട, അപാരമാണ്. ബിരിയാണി മാത്രമല്ല കേട്ടോ, വേറെ കുറെ സാധനം ഉണ്ടായിരുന്നു. കുക്കിംഗ് സ്കിൽസിന്റെ കാര്യത്തിന് ഇത്ത മാത്രമല്ല, ഇവിടുത്തെ എല്ലാ ചേച്ചിമാരും ഒന്നിനൊന്നും മെച്ചുക. ഞാൻ അവിടെ അടുത്ത് താമസിച്ചുകൊണ്ട സമയത്ത് എല്ലാ വീക്കെൻഡും ഇങ്ങനെ വലിഞ്ഞേറി ചെല്ലുമായിരുന്നു ഭക്ഷണത്തിന് വേണ്ടി. ഞങ്ങളുടെ എന്റർടൈൻമെന്റ് സെഷൻ ഒക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഭക്ഷണത്തിലൂടെ കിടക്കും. ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി, ചിക്കൻ 65, അൽസ, പിന്നെ കുറെ സൈഡ് ഡിഷസ്. ആദ്യമായിട്ടോ ഞാൻ അൽസ കഴിക്കുന്നത്. ഞാൻ ഇത്തരത്ത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. അൽസ എങ്ങനെയുണ്ട്? പേരൊന്നും ചോദിക്കാൻ പറ്റില്ല, പക്ഷെ അടിപൊളിയായിരുന്നു. പിസ്താക്ക് ബേസ്റ്റ് ആണ്. നമ്മള് ചങ്കാന്ന് വിചാരിച്ച് കൊണ്ടുനടക്കുന്ന ഒരു കുത്തുമ്പോഴേ രണ്ടാമത്തെ ആവശ്യം കുത്തിരിക്കുന്നത്. നമ്മുടെ രണ്ടാമത്തേക്ക് അമിതയുടെ പരിങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത്. വീക്ക് ഡേ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ എല്ലാവരോടും ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇതാണ് ഷെബീബേണും ഷാബിത്തെയും. നേരത്തെ പറയാൻ മറന്നു. അത് കഴിഞ്ഞിട്ട് നെയ്ച്ചോറും കോഴിക്കറിയും ഇച്ചായ ഒറ്റക്കാണ് ഉണ്ടാക്കിയത്. കോഴിക്കറി മസാല ഇടാൻ വേണ്ടി മാത്രം സാൾട്ട് വേ വന്നു. ആരാ വീഡിയോ നാല് കമന്റ് എന്റെ വക, 4 കമന്റ് 5 എന്റെ വക. ഇതാണ് അമിതയുടെ ശങ്ക ചേച്ചിയും. ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തരാൻ പറ്റില്ല. ഇനി അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തരാം. അപ്പൊ ബൈ.